ഹായ്. ഹലോ V4 വെറൈറ്റി വൈബ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്. ഇന്ന് ഞങ്ങളുള്ളത് വണ്ടൂർ, അത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഉള്ള ഞങ്ങളുടെ വീട്ടിലാണ്. ഇവിടെയാണ് ഞങ്ങളൊക്കെ ജനിച്ച് വളർന്നതെല്ലാം. അപ്പം ഞങ്ങളൊരു വീടിൻ്റെ ഹോം ടൂറാണ് ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം, ലൈക്ക് വേണം, കമൻറ്റ്സ് വേണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് വീഡിയോ കാരണം കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളതൊക്കെ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന വീട്. ഇപ്പോൾ ഇവിടെ ഒരു 2-3 ദിവസമായിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ട്. ഓണം വെക്കേഷനല്ലേ, ഞങ്ങൾക്ക് വേറൊരു വീട് കൂടി ഉണ്ട്. അത് ഗുരുവായൂരാണ്. അത് അമ്മയുടെ വീടൊക്കെ ഗുരുവായൂരാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് അവിടെ ഒരു വീട് വെച്ചു. അപ്പോൾ ഇവിടെ വെക്കേഷൻ ടൈം ഞങ്ങൾ ഇവിടേക്ക് വരാം, അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് എത്ര വർഷം പഴക്കമുണ്ട് കൃപ? അത് ഏകദേശം ഒരു അറൗണ്ട് 100 വർഷം കാണില്ലേ? 100 വർഷം അറൗണ്ട് പഴക്കമുണ്ട്. മുത്തശ്ശനാണ് ഉണ്ടാക്കിയത്. അച്ഛനൊക്കെ ഇവിടെയാണ് ജനിച്ച് വളർന്നത്. ഞാനും എൻ്റെ കുട്ടിക്കാലം ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ ഒരു ആലുണ്ട്. പണ്ട് കുറേ പശുക്കളും അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടിക്കാലമായപ്പോഴും ഒരു പശു 2 പശുവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അച്ഛനൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് ഇവിടെ കുറേ പശു, ഇവിടെ കുറേ അതേമാതിരി കുറേ ആൾക്കാർ, പണിക്കാർ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷേ ഇപ്പോൾ ഈ ആല ഞങ്ങൾ നോക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇവിടെ പശുവൊന്നുമില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇത് പൊളിഞ്ഞു പോയി. ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിക്കണില്ല. ഈ ആല കളയണമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ മുകളിലിരിക്കുന്നുണ്ട്. അവൾക്ക് ചെറുതായിട്ട് പനിയുണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഗുരുവായൂരാണ് ശരിക്കും പറയണത് തണുപ്പില്ല, ചൂടാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തണുപ്പ്. ഇതൊരു ഗ്രാമമാവണ്ടേ, ഇവൾക്ക് പെട്ടെന്ന് പനി പിടിച്ചു ഇവിടെ വന്നിട്ട്. ഇവിടെ മൊത്തം കാടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര കാടൊക്കെ ആയിരുന്നു. പിന്നെ അത് ഒരാളെ വിളിച്ച് ഒന്ന് വെട്ടിച്ച് തൽക്കാലം ഒന്ന് പാമ്പൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മളിങ്ങനെ അടച്ചിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ടല്ലോ, പ്രത്യേകിച്ചും പഴയ വീടാകുമ്പോൾ അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വന്നിപ്പോൾ 2 ദിവസമായി, ഒന്ന് സെറ്റിലായി. ഇവിടെ ഒരു 4-5 ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ തിരിച്ച് ഗുരുവായൂർക്ക് തന്നെ പോകും. കാരണം അടുത്ത ആഴ്ച വീണ്ടും സ്കൂൾ തുറങ്ങുകയാണല്ലോ. ഇവിടെ ഒരു പഠിപ്പുരയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ അതൊക്കെ അച്ഛൻ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനൊന്നും കണ്ടിട്ടില്ല, എൻ്റെ കുട്ടിക്കാലത്തൊന്നുമില്ല. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താ വെച്ചാൽ കുരങ്ങന്മാർ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ആൾക്കാരില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഈ കുരങ്ങന്മാർ കയറി ഓടെടുത്ത് വയ്ക്കുക, മാറ്റി വെച്ച്, അങ്ങനെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം. അമ്മൂസ ഒരു ഹായ് പറയൂ. ഹായ് പറയൂ. അവൾക്ക് തീരെ വയ്യപ്പാനിയുണ്ട്. അപ്പോൾ മരുന്ന് പിടിച്ചിരിക്കുക. ഇതാണ് ഞങ്ങളുടെ പൂമുഖം കേട്ടോ. ഇവിടെ ചെറിയ റിനോവേഷൻ ഞങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു 2011. കാരണം ഇവിടെ എങ്ങനെയൊന്നും ആയിരുന്നില്ല, പൂമുഖം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ചെയ്തില്ല. ഇനി എന്തെങ്കിലും ഇതൊന്ന് റെനോവേറ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ വരൂ, എല്ലാവരും വരും, ഉള്ളിലേക്ക് പോവാം. നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അച്ഛൻ അങ്ങോട്ട് വരൂ. ഇതാണ് അച്ഛൻ. പിന്നെ എല്ലാവരും അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ കൂടെ തന്നെയാണ്. അവിടെ ഗുരുവായൂർ തന്നെയാണ്. ഒരു മിനിറ്റ്, ലൈറ്റ് ഇട്ടില്ല. ചെറുതായിട്ടൊരു ഓണാഘോഷം എല്ലാം നടത്തി. ഇനി കുറേ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും ഇവിടെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവരെയൊക്കെ ഒന്ന് പോയി കാണണം. ഇതൊക്കെ കണ്ടിട്ട് വേണം തിരിച്ച് വീണ്ടും ഗുരുവായൂരിലേക്ക് തിരിച്ചു പോകാൻ. ഇത് പൂമുഖം ആണ്, പൂമുഖം, ഉള്ളിലത്തെ പൂമുഖം. ഇവിടെ ഒരു ചെറിയ ആട്ടുകെട്ടിലൊക്കെ ഉണ്ടേ. ഇവിടെ മൊത്തം വലിച്ചിട്ടാട്ടോ കുട്ടികളെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. പഴയ മരങ്ങളാണ് ഇതെല്ലാം, പഴയ മരങ്ങളും. ഇവിടെ വയറിങ്ങൊക്കെ മാറ്റാനായിട്ടുണ്ട്. ഒരു റെനോവേഷൻ ഞാൻ വിചാരിക്കുന്നുണ്ട്, കുറച്ചും കൂടി കഴിയട്ടെ വിചാരിച്ചിട്ടാ. ഈ തട്ട് എന്തുകൊണ്ടുണ്ടാക്കണോ ചേട്ടാ? ഇതെന്താ വെച്ചാൽ തട്ട് എന്തുകൊണ്ടുണ്ടാക്കിയിട്ടില്ല? ഈ തട്ടൊക്കെ എന്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്? ഇത് പ്ലാവ്, തേക്ക്, അതിനോട് കയറി തട്ട് പഴയ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാതലായ പ്ലാവിന്റെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതിന് ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ എന്തോ പറഞ്ഞില്ലേ, എങ്ങനെ ഒഴുക്കും പാക്കുവോ എന്തോ ഒരു എന്ന് പറഞ്ഞാൽ 2 കല്ല് വെച്ചിട്ട് ഇടയിൽ മണല്, ഈ കള്ളന്മാര് കുത്തി കഴിഞ്ഞാൽ അത് ശരി.
മോൻ വന്നിട്ടുണ്ട്, മോൻ അവിടെ ഇരിക്കുന്നുണ്ട്. മോൻ വന്നിട്ടുണ്ട്, മോനുണ്ട് ഇവിടെ. ഇപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുക. ലൈറ്റ് ഇടും. മഴക്കാറുണ്ട്, അത് കാരണം ലൈറ്റ് കുറച്ച് കുറവുണ്ട് ഇവിടെ. മുത്തശ്ശൻ്റെ ഫോട്ടോ ആണിത്. ഇത് ഇടനാഴിക എന്ന് പറയും. പണ്ട് കാലത്തൊക്കെ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇടനാഴിക ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇരിക്കാനും കുറേ പണിക്കാർ അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ, അത് കാണിക്കട്ടെ. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ ഒരു ബെഡ്റൂം ഉണ്ട്. അതാണ് ബെഡ്റൂം, ഇവിടെയാണ് ഉള്ളത്. ഇതൊരു പിന്നെ ലൈറ്റ് അമ്മ അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ബെഡ്റൂം, ഇതൊരു ബെഡ്റൂമാണ്. അങ്ങനെ ഒരു ബെഡ്റൂം ഇവിടെ. ഇടനാഴിക. ഈ വാതിലൊക്കെ നോക്കി അറിയാം. പഴയ ആ വാതിലൊന്ന് കാണിച്ചു കൊടുക്കുവാ. ഏതാ ഈ വാതില്? ഇതോ? അതൊന്ന് അടയ്ക്കൂ. അമ്മൂസം മാറൂ. ലൈറ്റ് ഇവിടെ ലൈറ്റ് ഇല്ല അല്ലേ എപ്പോഴും? ആ ഇതൊക്കെ പഴയ ഓടാമ്പല് അങ്ങനത്തെ അല്ലേ, എന്താ പറയാ പേരെനിക്ക് പറയാൻ അറിയില്ല. അങ്ങനെ തുറന്നിട്ടുള്ളതാണ്. ഒരു കള്ളന്മാർക്കും ആർക്കും തുറക്കാൻ പറ്റാത്ത പണ്ടത്തെ സിസ്റ്റമാണ്. അങ്ങനത്തെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നല്ലോണം റെനോവേഷൻ ചെയ്യാനായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ തട്ടില്ല. ഇത് പഴയ പടിഞ്ഞാറ്റി എന്നാണ് ഇതിന് പറയുന്നത്. പടിഞ്ഞാറ്റി ഒക്കെ വലിച്ചു വാരിട്ടാട്ടോ. ഞങ്ങൾ 2 ദിവസമായിട്ടുള്ള എത്തിയിട്ട്. അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് പുറത്തേക്കുള്ള വാതിൽ, 2 വാതിലുണ്ട്. ഒന്ന് ഇത് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാം, വീടിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങാം. രണ്ടാമത്തത് ഇവിടുന്ന് ഇങ്ങനെ. പഴയ കാലത്തൊക്കെ സ്ത്രീകളൊക്കെ ഈ വാതിലൂടെയും മറ്റേ പുരുഷന്മാരെല്ലാം മറ്റേ വാതിലൂടെ അങ്ങനെയാണല്ലോ വരിക. ഇതാണ് അടുക്കള. അടുക്കളയല്ല, സോറി, പടിഞ്ഞാറ്റി. ഡൈനിങ് റൂം എന്ന് പറയും, പക്ഷേ പണ്ട് ഇവിടെ പടിഞ്ഞാറ്റി. അതെ, പണ്ടത്തെ പറയുന്നത് പടിഞ്ഞാറ്റി നമ്മൾ പറയും. ഇതാണ് പഴയ അടുക്കള കേട്ടോ. ഈ നമ്മൾ വിറകാണ് ഉപയോഗിച്ചത്. പണ്ട് ഇങ്ങനെയല്ലേ. ഇവിടെ ചെറുതായിട്ട് ഇപ്പോൾ ടൈലും മറ്റു കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വെച്ച് കുറേ മുന്നേ ഇട്ടപ്പോഴൊന്നുമല്ല, കുറേ മുന്നേ ചെറിയൊരു മാറ്റം വരുത്തി. പണ്ട് ഇങ്ങനെയായിരുന്നില്ല അടുക്കള. അന്ന് വലിയൊരു അടുക്കള, ഈ അടുക്കളക്കിണറൊക്കെ ഇവിടെയായിരുന്നു. പക്ഷേ ഇതിൽ ഒരു കുളിമുറി വേണമെന്ന് പറഞ്ഞ് അവിടെ ഒരു കുളിമുറി ഇങ്ങനെ ഉണ്ടാക്കി. ഈ അടുക്കളേൻ്റെ ഇവിടെ ഒരു ഇതുണ്ടാക്കി. പണ്ട് ഇതൊരു അടുക്കളക്കിണറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അത് നല്ല ഇതായിരുന്നു പണ്ട്. അതൊക്കെ മാറി. ഇവിടെ കുളിമുറി ഉണ്ട്. പിന്നെ ഇത് അടുക്കള. പുറത്തേക്കുള്ളൊരു വാതിൽ ഇവിടെ. ആ പൂജാമുറി തുറക്കും. ലൈറ്റ് ഒരുപാട്. ഒരു സെക്കൻഡ് തരാം, അമ്മ തരും. അമ്മ തരും. അമ്മ തരും. അമ്മേ അമ്മൂസ് തരും. അമ്മൂസേ തരും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിട്ടുണ്ട്. ഇതാണ് പടിഞ്ഞാറ്റി. സോറി, പടിഞ്ഞാറ്റി അല്ല, മറ്റേ പൂജാ റൂമാണ്. ആ വാതിൽ നിറയ്ക്കും. പഴയ തരം ഇതാണ്. അയ്യോ, അമ്മൂസേൻ്റെ ഉള്ളിട്ട് പേടിച്ചോ അമ്മൂസ്? ഇത് മാറും. ഇതാണ് പൂജാ റൂം, പഴയ പൂജാ റൂം. ഇവിടെ ഒരു പത്തായം ഉണ്ട്. ഇവിടെ ഒരു പത്തായം. ആ ലൈറ്റ് ഒന്ന് ഇടാൻ പറ്റുമോ കൃപ? പോയോ? ഇവിടെ ഒരു പത്തായം ഉണ്ട്. ലൈറ്റ് വർക്ക് ചെയ്യുമോ അറിയില്ല കേട്ടോ, നോക്കാം. പഴയ കണ്ടില്ലേ പത്തായം എന്ന് പറയുന്നത്. സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടാ. പഴയ ഭരണികളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഭരണികൾ. ചെതലാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ ഈ ചെതൽ കൊണ്ടാണ് ഇത്. പിന്നെ ഇവിടെ ആൾക്കാർ താമസിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്.
ഇനി നമുക്ക് പടിഞ്ഞാറ്റിൽ നിന്ന് ഇവിടെ ഒരു റൂം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു റൂം കൂടി ഉണ്ട് ഇവിടെ. ഇവിടെ വല്യമ്മയാണ്. ഞങ്ങളെ വീട് ശരിക്കും പറയണമെങ്കിൽ അപ്പുറത്തൊരു വീട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വല്യച്ഛൻ മരിച്ചപ്പോൾ കുട്ടികളൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റി. വല്യമ്മ ഞങ്ങളുടെ കൂടെയാണ്. മൂളിക്ക് പോയി വന്നു അല്ലേ? മൂളിക്ക് ധ്രുവിൻ അവിടെ നിന്ന് ഒന്ന് ധ്രുവിൻ ഒന്നത് പോട്ടെ, കുഴപ്പമില്ല, അവിടെ ഇരുന്നോളൂ. മോൻ ഇതാണ്. ഇതാണ് കോണിച്ചോട്, പഴയ കോണിച്ചോട് എന്നൊക്കെ പറയില്ലേ. ചെതലാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ലൈറ്റ് ഇട്ടുണ്ട്. ഇത് ജനൽ തുറന്നുള്ളൂ, വെളിച്ചുണ്ടാവില്ല. അല്ലെങ്കിൽ ഇവിടെ ഒരു മൂന്നാമത്തെ നിലയും കൂടി ഉണ്ട്. അത് വലിയൊരു ഹോളായിട്ട് കിടക്കണം. അവിടെ വാതിലൊക്കെ ഉണ്ട്. അതിൽ ഈ പഴയ സാധനങ്ങളും അങ്ങനത്തെയൊക്കെ നമ്മളിട്ട് വെച്ചിട്ട് ഒരു ഹോളാണ് അവിടെ. അങ്ങോട്ടൊന്നും കയറാറില്ല. ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിങ്ങനെ കോണി ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതും അടിയിൽ കണ്ട മാതിരി ഒരു ഇടനാഴികയാണ്. ആ ഇടനാഴികേൻ്റെ ഒരു സൈഡിൽ ഒരു ബെഡ്റൂം. മൊത്തം ഇവിടെ 4 ബെഡ്റൂമുള്ള, മുകളിൽ 2ഉം താഴത്ത് 2ഉം. അങ്ങനെ ഇടനാഴികയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഞാൻ ഈ ജനലും തുറക്കട്ടെ. ഇത് മൊത്തം പഴയ തടികളാണ്. തട്ട് എന്ന് പറയണമെങ്കിൽ അത്രയും നല്ല പഴയ കാതലായ തടികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെയാണ്. ഇല്ലേ ഈ വർക്കൊക്കെ എന്താ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വീട്ടിലൊന്നും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇങ്ങനത്തെ തട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഞങ്ങൾ ഗുരുവായൂർ വെച്ച വീട് എന്ന് പറയുകയാണെങ്കിൽ അത് പുതിയ അങ്ങനത്തെ വീടാണ്. ഇപ്പം തൽക്കാലം ആരെയും യൂസ് ചെയ്യുന്നില്ല. അത് കാരണം ജസ്റ്റ് കട്ടിൽ മാത്രമേ ഉള്ളൂ, കിടക്കില്ല. ഇവിടെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേ റബ്ബറാണ്. ഇതൊരു 4 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടെ റബ്ബറാണ് മൊത്തം. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇതെന്താ വെച്ചാൽ അപ്പുറത്ത് ഒരു റൂമുണ്ട്, അതിനും ഈ റൂമിനും കൂടിയിട്ട് ഒരു ടോയ്ലറ്റ്. അങ്ങനെ ആ റൂമിൽ നിന്നും കയറാം, ഇവിടുന്നും കയറാൻ പറ്റും. അങ്ങനെ റൂമിൽ കൂടെ പോവാം. അതേ പോണോ? അതോ ഞാൻ ഈ ജനലിലൂടെ ഒന്ന് കാണിക്കട്ടെ. ഇതാണ് ഇവിടെ ഫ്രണ്ട് വ്യൂ. നോക്കാം. പണ്ടൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, പണിക്കാരും. ഇപ്പം ആരും കിട്ടാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇവിടെ ഒരു അടുത്ത ബെഡ്റൂം ഉണ്ട്. ഇവിടെ സാധാരണ പഴയ ഇല്ലങ്ങൾക്കൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ റൂമുകളായിരിക്കും. പക്ഷേ ഇത് മുത്തശ്ശൻ്റെ ഒരു മുൻകാഴ്ച എന്തോ അറിയില്ല, മുത്തശ്ശൻ അങ്ങനെ അന്ന് ഇത് കയറ്റുമ്പോൾ റൂമുകളൊക്കെ വലിയ ഇത് വെച്ചു. പണ്ടൊക്കെ നമുക്ക് റൂമിലേക്ക് കയറുന്ന പഴയ ഇല്ലങ്ങൾക്കൊക്കെ തലമുട്ടും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. കണ്ടോ തട്ടുകളൊക്കെ ആ പഴയ ഡിസൈനും പഴയ ഇവിടെ ഒരു ബെഡ്റൂം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ. അത് 2 റൂമിലേക്കും കൂടി ഒരു ടോയ്ലറ്റാണ് ഇവിടെ ഇതാക്കിയിട്ടുള്ളത്. ഇവിടെ ഇതാണ് ഒരു ബാൽക്കണി എന്നൊക്കെ പറയാം നമുക്ക്. ഇത് പണ്ട് പറയണ കേട്ടിട്ടുണ്ട്, മുത്തശ്ശൻ ഈ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ മുത്തശ്ശൻ പാടത്ത് പണിക്കാർ
പണിയെടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബാൽക്കണി ഉണ്ടാക്കി. കാരണം ഇവിടെ നിന്ന് മുത്തശ്ശൻ അങ്ങനെ നോക്കും. അന്നൊന്നും ഈ മരങ്ങളൊന്നുമില്ല. ഇവിടുന്ന് നോക്കിയാൽ പാടാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ ഒരു 1-2 കിലോമീറ്റർ ദൂരം അങ്ങോട്ട് കാണും. അപ്പോൾ എന്താ വെച്ചാൽ മുത്തശ്ശൻ ഇവിടെ നിന്ന് ഇങ്ങനെ പണിയെടുക്കുന്നതും എല്ലാം ഇവിടെ നിന്നിട്ടാണ് നോക്കിയിരുന്നത്. ഈ റൂമിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ റൂമിന് ഇവിടെ തട്ട് നമുക്ക് ഇപ്പോൾ ഈ കുരങ്ങന്മാരെ ശല്യം എന്ന് പറഞ്ഞില്ല, ഇത് നോക്കുന്നുണ്ടോ, കുരങ്ങന്മാർ വന്നൊരു ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഇതിൻ്റെ വാതിൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇതിന് ചെറിയൊരു വാതിലുണ്ട്, അത് തുറന്നാൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ ഇല്ലത്തിന് പറയുന്ന പേരെന്ന് വെച്ചാൽ പഴയമട എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എൻ്റെ ഇല്ലം ശരിക്കും കറുത്തേടത്ത് അരിപ്പുറത്ത് മന എന്ന് പറയും. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു ഭാഗമായിട്ടിരിക്കുകയാണ് പഴയമടം. എവിടുന്ന കാറ്റാടി? അത് കാറ്റത്ത് വെച്ചാൽ കറങ്ങും കേട്ടോ. കാറ്റത്ത് കൊണ്ട് വെച്ചപ്പോ ശരിയല്ലേ? കവളത്തല്ല, നെറ്റീമിലുണ്ട് ഇട്ടോടെ. അതിന്റെ പൊട്ടെടുത്ത് കവളത്ത് വെക്കാണേ. ഇവിടെ ഒരു പാമ്പും കാവുണ്ട് കേട്ടോ. പോയി അതാ പോയി. ഇത് ഇവിടെ ആയിരുന്നില്ല പാമ്പങ്കാവ്, പിന്നെ അങ്ങോട്ട് മാറ്റിയതാണ്. മൊത്തം കാടാണ്. ഇവിടെ ഒരു അടുക്കള കിണർ ഞാൻ പറഞ്ഞിരുന്നില്ലേ, കിണർ ഇവിടെയാണ് ഉള്ളത്. അല്ലോ ഞാനേ പണ്ട് ഇവിടെ ഇങ്ങനൊരു സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പോയിട്ടോ, മൊത്തം കാടാണേ. ആ, അച്ഛൻ പറയുന്നു ഇവിടെ ഒരു പത്തായപ്പര ഉണ്ടായിരുന്നു പണ്ട്. അതൊക്കെ പൊളിച്ചു. എനിക്ക് തന്നെ കണ്ട ഒരു ഓർമ്മയൊന്നുമില്ല. ഇവിടെ ഒരു പത്തായപ്പര ഉണ്ടായിരുന്നു. എനിക്ക് പോലും അത് കണ്ടൊരു ഓർമ്മയൊന്നുമില്ല കേട്ടോ. പണ്ട് ഈ റബ്ബറൊക്കെ വെച്ചിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഇവിടെ തേക്ക്, നല്ല മാങ്ങ, പ്ലാവ് ഇതെല്ലാം ഉള്ള അങ്ങനെയായിരുന്നു. മാറ്റി ആണ് ഇതിൻ്റെ സ്റ്റൈല്. ഏഴ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലേ. കണ്ടില്ലേ കുരങ്ങന്മാർ ഓടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ. ഓരോ പ്രാവശ്യം വരുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോഴും ഇതെല്ലാം ശരിയാക്കും. പോയി കഴിഞ്ഞാൽ വീണ്ടും അവർ ഇതൊക്കെ എടുത്ത് ഇങ്ങോട്ട് തന്നെ ഓടൊക്കെ എടുത്ത് മാറ്റും. ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും ഒരു സൂത്രവിദ്യ ചെയ്യണമെന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ കുരങ്ങന്മാരെ തുരത്താനുള്ള
ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് വീടിൻ്റെ പുറകുവശം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വണ്ടൂരുള്ള വീടിൻ്റെ വിശേഷങ്ങൾ. എന്ത് ചെയ്യണ്ടേ? പറയൂ, എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയൂ. അത് എല്ലാവരും നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അത് നമ്മൾ ആദ്യം പറഞ്ഞല്ലേ. ഒന്നുകൂടിയും അപ്പോൾ നിങ്ങളുടെയൊക്കെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചല്ലേ നമുക്ക് മുന്നിലേക്ക് ഒരു ഊർജ്ജസ്വലമായിട്ട് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു. ബൈ.